അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേർഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് പോർഷൻസ് ആണ്. ഫൈൻഡിങ് മിനിമം സ്പാനിങ് ട്രീയുടെ അൽഗോരിതംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിംസ് അൽഗോരിതത്തിന്റെ പ്രോബ്ലംസും ഡിജിക്സ്ട്രാസിന്റെ പ്രോബ്ലംസും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് ഒരുമാതിരി കുറെ പേരൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ഒരു പ്രിംസ് അൽഗോരിതം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലോടെ ചെയ്തിട്ട് അടുത്ത അൽഗോരിതം പഠിപ്പിക്കാന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഡിജിക്സ്ട്രാസ് ആണ് അടുത്തതായിട്ട് പഠിപ്പിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച അൽഗോരിതം ക്രിസ്കാൽസ് അൽഗോരിതം ആണ്. വളരെ ഈസി ആയിട്ടുള്ള അൽഗോരിതം ആണ്. ജസ്റ്റ് ഒരു പ്രോബ്ലം നിങ്ങൾ വെറുതെ കണ്ണ് ഓടിച്ചാൽ മതി, അത് മനസ്സിലാക്കും. അതുപോലെ തന്നെ പ്രിംസും അത്ര തന്നെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ചെയ്തത് ഈ ഒരു പ്രോബ്ലം ആണ് അല്ലെ, ഈ ഒരു മെട്രിക്സിന്റെ ഈ ഒരു പ്രോബ്ലം ആണ് ചെയ്തത്. അപ്പോൾ ഈ പ്രോബ്ലത്തിന്റെ കറസ്പോണ്ടിങ് വെർട്ടെക്സ് സ്ക്വയർ മെട്രിക്സ് അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കാം. മെട്രിക്സിൽ അതിൽ എഴുതാനുള്ളത് എഡ്ജസ് ഉണ്ടെങ്കിൽ എഡ്ജസിന്റെ വെയ്റ്റ്സ് മാർക്ക് ചെയ്യുക, എഡ്ജസ് ഇല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. ദെൻ ഫസ്റ്റ് വെർട്ടെക്സ് ചൂസ് ചെയ്യുക, അതിലെ ലീസ്റ്റ് എലമെന്റ് സെലക്ട് ചെയ്യുക, ലീസ്റ്റ് എലമെന്റ് എഡ്ജ് ആയിട്ട് ഡ്രോ ചെയ്യുക. അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് n-1 എഡ്ജസ് വരെ റിപ്പീറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ, n വെർട്ടെക്സിന് n-1 എഡ്ജസ് ആണ്. അതാണ് ട്രീ. നമ്മളിവിടെ സ്പാനിങ് ട്രീ ആണ്. സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കണക്റ്റഡ് ഗ്രാഫ് കണ്ടെയ്ൻ it is a subgraph of a graph contain all vertices of the graph. അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രോബ്ലോട് ചെയ്തിട്ട് നമുക്ക് അടുത്ത അൽഗോരിതം പഠിക്കാം. Second question, find the minimal spanning tree of the following weighted graph. ഗ്രാഫ് ഇവിടെ 5 വെർട്ടെക്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് 5x5 മെട്രിക്സ് ആണ്. V2, V3, V4, V5. ഓക്കെ, വെയിറ്റ് ഒപ്പം തന്നെ എഴുതി പോകുന്നതാണ് വെയിറ്റ് കേട്ടോ. വെയിറ്റ്, ഇതിനെയാണ് വെയിറ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് എഡ്ജിന്റെ ഡിസ്റ്റൻസ് ആകാം, എന്താണോ ഈ ഒരു വെർട്ടെക്സുകളായിട്ടുള്ള തമ്മിലുള്ള റിലേഷൻ അതായിരിക്കും അതിന്റെ ഈ ഒരു വെയിറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. രണ്ട് സിറ്റീസ് ആണെങ്കിൽ അവർക്കിടയിലുള്ള ദൂരമാകാം, എന്തെങ്കിലും സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ വെയിറ്റ്, ഹൈറ്റ്, അങ്ങനെ എന്തും വേണമെങ്കിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഗ്രാഫ്. ഗ്രാഫിന് 5 വെർട്ടെക്സ് ഉണ്ട്. 5 വെർട്ടെക്സിൽ ഈ ഒരു ഗ്രാഫിൽ നിന്ന് മിനിമൽ സ്പാനിങ് ട്രീ, മിനിമം വെയിറ്റ് ആയിരിക്കണം, സ്പാനിങ് ട്രീ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രിംസ് അൽഗോരിതം ആണ് യൂസ് ചെയ്യേണ്ടത്. യൂസിങ് പ്രിംസ് അൽഗോരിതം. ഓക്കെ, പ്രിംസ് അൽഗോരിതം യൂസ് ചെയ്യുമ്പോൾ വേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് സൊല്യൂഷൻ 5x5 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. എങ്ങനെയാണ് 5x5 മെട്രിക്സ് എടുക്കുന്നത്? 5 വെർട്ടിസസ് ആണ് ഈ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഗ്രാഫിലുള്ളത്. ആ 5 വെർട്ടെക്സ് ഉപയോഗിച്ച് റോയും കോളംസും ആയിട്ട് ഒരു 5x5 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ V1, V2, V3, V4 ആൻഡ് V5, V1, V2, V3 താഴത്തേക്കും. ഇതാണ് സ്ക്വയർ മെട്രിക്സ്. സെയിം നമ്പർ ഓഫ് റോസും സെയിം നമ്പർ ഓഫ് കോളംസും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, എന്നിട്ട് മെട്രിക്സിന്റെ അകത്ത് അതിന്റെ കറസ്പോണ്ടിങ് V1 കറസ്പോണ്ടിങ് വെർട്ടിസസുകൾക്കിടയിലുള്ള എഡ്ജിന്റെ വെയിറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ലൂപ്സുകളൊന്നും പ്രസന്റ് അല്ലാത്ത വെയിറ്റഡ് ഗ്രാഫ് ആണ്. അതുകൊണ്ട് ലൂപ്സ്, അതായത് ഡയഗണൽ എലമെന്റ്സിന് ജസ്റ്റ് ഹൈഫൻ കൊടുത്തേക്കുക. എഡ്ജസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിന് എഡ്ജസിന്റെ വെയിറ്റ് കൊടുക്കുക, അതർവൈസ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. അപ്പൊ V1 to V1
ഒരു ലൂപ്പാണ്. ലൂപ്പ് അവിടെ പ്രസന്റ് അല്ല. ലൂപ്പ് എന്നുള്ളൊരു എഡ്ജ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ളൊരു ഗ്രാഫ് അല്ല തന്നിരിക്കുന്നത്. സോ മാർക്ക് ആൻഡ് ഹൈഫൻ. ഇനി V1 നിന്ന് V2 എഡ്ജിന്റെ ലെങ്ത് ഓർ വെയിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. മാർക്ക് ഹിയർ. ഓക്കെ, അപ്പൊ ഞാൻ ഓരോന്ന് പറയാണ്. V1 to V3 3, V1 to V4 6, V1 to V5. നോക്കാം, V1 നിന്ന് V5 എഡ്ജ് ഒന്നുമില്ല. സോ മാർക്ക് ആസ് ഇൻഫിനിറ്റി. ആൻഡ് സിമിലർലി കൺസ്ട്രക്ട് ഓൾ അതർ V2 to V1 അഗെയിൻ 2. അടുത്തത് V2 to V2 ഇല്ല. V2 to V3 4, V2 to V5 V4 5 ആൻഡ് V2 to V5 എഡ്ജ് ഇല്ലാത്തത് കൊണ്ട് ഇൻഫിനിറ്റി. അങ്ങനെ നമ്മൾ എല്ലാ വെർട്ടിസസുകൾക്കിടയിലുള്ള എഡ്ജസ് നോക്കി ഗ്രാഫിൽ ഈ ഒരു മെട്രിക്സ് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാഫ് നോക്കിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് റോ ഇങ്ങോട്ട് കൂടി നമുക്ക് ഒരുമിച്ച് നോക്കാം. V5 നിന്ന് V1 എഡ്ജ് ഇല്ല അല്ലെ? നിങ്ങൾക്ക് കാണാം, ഒരു എഡ്ജ്, ഒരു ഡയറക്റ്റ് എഡ്ജ് ഇല്ല. സോ മാർക്ക് ഇൻഫിനിറ്റി. വീണ്ടും നോക്കാം, V5 നിന്ന് V2 എഡ്ജ് ഒന്നുമില്ല. അഗെയിൻ മാർക്ക് ഇൻഫിനിറ്റി. V5 നിന്ന് ഇനി അടുത്തത് V3 ആണ്. V5 നിന്ന് V3 എഡ്ജ് ഉണ്ട്, വെയിറ്റ് 8. പിന്നെ ഉള്ളത് V4 ആണ്. V4 എഡ്ജിന്റെ വെയിറ്റ് 9 കാണാലോ. പിന്നെ ഉള്ളത് ലൂപ്പാണ്. മാർക്കാസ് ഒരു ഹൈഫൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ പ്രിംസ് അൽഗോരിതത്തിന്റെ ഒരു പകുതിയോളം മാർക്ക് ആവും കേട്ടോ. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലേബൽ ഓൾ ദ വെർട്ടിസസ്. ഒരു സ്പാനിങ് ട്രീ ആകുമ്പോൾ എല്ലാ വെർട്ടിസസും വേണം. പാരന്റ് ഗ്രാഫിന്റെ എല്ലാ വെർട്ടിസസും വേണം. സോ ആ സെയിം ഓർഡറിൽ തന്നെ വെർട്ടെക്സിനെ ലേബൽ ചെയ്യാം. ലേബൽ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ നിന്ന് മാർക്ക് ചെയ്തേക്കാം. നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പാകത്തിന് വെർട്ടെക്സുകൾ വരച്ചു. ഇനി ഫസ്റ്റ് റോ കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് റോയിലെ ഏറ്റവും മിനിമം ആയിട്ടുള്ള വെയിറ്റ് ചൂസ് ചെയ്യാം. ഏറ്റവും മിനിമം ആയിട്ടുള്ള വെയിറ്റ് 2 ആണ്. സോ സെലക്ട് 2. അപ്പൊ V1 നിന്ന് V2 നമുക്ക് എഡ്ജ് ഉള്ളത്. അതങ്ങ് മാർക്ക് ചെയ്യാം. 2 വെയിറ്റ്. ഓക്കെ, ഇനി നോക്കേണ്ടത് 2 റോസും കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിലുള്ള ലീസ്റ്റ് ആയിട്ടുള്ള അടുത്ത എഡ്ജ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം, V1 നിന്ന് V3 ഒരു 3 കിടക്കുന്നുണ്ട്. അതുപോലെ പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ V2 to V1 2 അത് സെയിം ആയിട്ടുള്ള എഡ്ജ്, നമ്മൾ വരച്ച എഡ്ജ് തന്നെയാണ്. പിന്നെ എല്ലാം കൂടുതലാണ്. 3 ആണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത്. സോ വീണ്ടും അഗെയിൻ V1 നിന്ന് V3 ചൂസ് ചെയ്തു. എത്ര വെയിറ്റ്? 3 ആണ് വെയിറ്റ്. ഓക്കെ, ഇനി 3 റോസും കൺസിഡർ ചെയ്യുക. V1 V2 V3. അപ്പൊ നമ്മൾ ഓൾറെഡി 2 3 2 അഗെയിൻ റിപ്പീറ്റഡ് ആണ്, കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ V3 to V1 ഓൾസോ നമ്മൾ എടുത്തത് തന്നെയാണ്. പിന്നെ V3 to V2 ഉണ്ട്, V2 to V3 ഉണ്ട്. 4 ആണ് കിടക്കുന്നത് അല്ലെ? അപ്പോ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. V2 to V3 V3 to V4 വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ക്ലോസ്ഡ് ആയി പോകും. സോ നമുക്ക് ഈ ഒരു എഡ്ജ് ചൂസ് ചെയ്യാൻ പറ്റില്ല. സോ മാർക്ക് ക്രോസ്. ഓക്കെ, അപ്പൊ പിന്നെ ഉള്ള ഓപ്ഷൻ V2 to V4 ഉണ്ട്. അത് 5 ആണ് അല്ലെ? 3 റോസും കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ ലീസ്റ്റ് എലമെന്റ് എടുക്കുന്നത്. V2 to V4 അതിന്റെ വെയിറ്റ് 4 ആണ്. അത് വരച്ചത് കൊണ്ട് ഗ്രാഫ് ക്ലോസ്ഡ് ആവുന്നുണ്ടോ? ഈ ഗ്രാഫ് ഇങ്ങനെ കണ്ടാൽ ക്ലോസ്ഡ് ആയതുപോലെ തോന്നുന്നുണ്ടോ? ഇവിടെ ഒരു ഓക്കെ, വെർട്ടെക്സുകൾക്കിടയിൽ നമ്മളൊരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആ വെർട്ടെക്സിൽ തന്നെ തിരിച്ചു വരാനുള്ള എഡ്ജസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഇതിപ്പോ ക്ലോസ്ഡ് അല്ല അല്ലെ? ജസ്റ്റ് ഒന്ന് ഇന്റർസെക്ട് ചെയ്തു എന്ന് മാത്രം. 2 എഡ്ജ് ഇന്റർസെക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോ V2 to V4 4 എന്നുള്ള എഡ്ജ് ചൂസ് ചെയ്തു. 4 അല്ല,
5 വെയിറ്റ് വരുന്ന എഡ്ജ് ചൂസ് ചെയ്തു. ഓക്കെ, അടുത്തത് അപ്പൊ നമുക്ക് അവിടെ ചൂസ് ചെയ്തത് V2 to V4 എഡ്ജ് വെയിറ്റ് 5 വരുന്ന ഇയാളെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 4 റോസും കൂടി ഇനി കൺസിഡർ ചെയ്യാം. ഓക്കെ, കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ അതിലെ ലീസ്റ്റ് ഏതാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത് നോക്കി കഴിയുമ്പോൾ V1 to V4 നമ്മളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. V1 to V4 വരയ്ക്കാൻ പറ്റുമോ നോക്കാം. വരയ്ക്കാൻ പറ്റില്ല, ക്ലോസ്ഡ് ആകും. അപ്പൊ വരയ്ക്കാൻ പറ്റാത്തതൊക്കെ നമ്മൾ ക്രോസ് ചെയ്തിട്ടേക്കാം. പിന്നെ V2 to ഇവിടെ ഒന്നുമില്ല. V3 റോയിൽ നോക്കുമ്പോൾ V3 to V4 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ V4 to V1 6 ഉണ്ട്, V4 to V1 അത് വരയ്ക്കാൻ പറ്റില്ല, ക്രോസ് ചെയ്ത് കളയാം. പിന്നെ എന്താ ഉള്ളത്, V4 to V2 ഉണ്ട്, അത് 5 കിടക്കുന്നത്, അത് ഓൾറെഡി നമ്മൾ വരച്ചതാണ്. സോ അതിനൊന്ന് സർക്കിൾ ചെയ്തേക്കാം. പിന്നുള്ളത് V4 to V3 7 കിടക്കുന്നത് അല്ലെ, V4 to V3. പിന്നെ അതിൽ ചെറുതായിട്ടുള്ളത് ഇതാണ്, അത് വരയ്ക്കാമോ? V4 to V3 ഇങ്ങനെ ഒരു എഡ്ജ് വരച്ചാൽ കുഴപ്പമുണ്ടോ? 7 വെയിറ്റ് വരുന്നത്. എനിവൺ? V4 to V3 എന്ന എഡ്ജ് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? പ്രിംസ് അൽഗോരിതം ഉപയോഗിച്ച് നമ്മൾ ലീസ്റ്റ് ആയിട്ടുള്ള അടുത്ത റോയിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു എഡ്ജ് ആണ് 7 വെയിറ്റ് വരുന്നത്. ഇതിങ്ങനെ വരച്ചാൽ ഈ ഗ്രാഫിനെ ബാധിക്കോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. അങ്ങനെ ഒരു എഡ്ജ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫ് ക്ലോസ്ഡ് ആയി പോകും. ഓക്കെ, ഇത് ക്ലോസ്ഡ് ആണ്. നമ്മൾ V3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V3യിൽ തന്നെ തിരിച്ചെത്തുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പൊ ആ ഒരു എഡ്ജ് 7 വരയ്ക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് V4ൽ നിന്ന് V3യിലേക്കുള്ള ഈ 8 വെയിറ്റ് വരുന്ന എഡ്ജ് ആണ്. V3യിൽ നിന്ന്, അതായത് V5 to V3 അല്ലെങ്കിൽ V3 to V5. സോ ദാറ്റ് ഇസ് വെയിറ്റ് 8. അപ്പോ നമുക്കിപ്പോ എത്ര എഡ്ജായി എണ്ണി നോക്കാം. 1 2 3 4. അപ്പൊ 5 വെർട്ടെക്സിന് 4 എഡ്ജസ് നമുക്ക് കിട്ടി. N-1 എഡ്ജസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്യാം. സോ സ്റ്റോപ്പ് ഹിയർ. സോ വി ഗെറ്റ് ദ മിനിമം സ്പാനിങ് ട്രീ. ഈ വരച്ചിരിക്കുന്നതാണ് മിനിമം സ്പാനിങ് ട്രീ വിത്ത് മിനിമം വെയിറ്റ് is equal to, വെയിറ്റ് എത്രയാന്നുള്ളത് ഇതാ, 2 plus 5 plus 3 plus 8 that is equal to 7 10 80. അപ്പൊ ഈ ഒരു സ്പാനിങ് ട്രീയുടെ വെയിറ്റ് 18 ആണ്. 18ൽ കുറഞ്ഞ വേറൊരു സ്പാനിങ് ട്രീ ഇല്ല. ഏറ്റവും മിനിമം ആയിട്ടുള്ള സ്പാനിങ് ട്രീയുടെ വെയിറ്റ് 18 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 2 അൽഗോരിതംസ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. ക്രുസ്കാൽസ് അൽഗോരിതവും പ്രിംസ് അൽഗോരിതവും. ഇവ രണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ ഫൈൻഡിങ് മിനിമം സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം. ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം നമ്മൾ ഉപയോഗിക്കുന്നത് 2 അൽഗോരിതമാണ്. ഡിജിക്സ്ട്രാസ് അൽഗോരിതം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽഗോരിതമാണ് ഡിജിക്സ്ട്രാസ്. അടുത്തത് ഫ്ലോയ്ഡ് വാർഷാൽ അൽഗോരിതം. ഓക്കെ, ഡിജിക്സ്ട്രാസും ഫ്ലോയ്ഡും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിക്കാറുണ്ട്. ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം. ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്ന് VI എന്നൊരു വെർട്ടെക്സിൽ നിന്ന് VJ എന്നൊരു മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്നതിനുള്ളതാണ്. മറ്റത് മിനിമം സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാനാണ്. ഇതൊരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഓർ ഷോർട്ടസ്റ്റ് പാത്ത്, ഏറ്റവും ചെറിയൊരു പാത്ത്. ഇപ്പൊ ഇത് 2 VI VJ എന്നുള്ളത് 2 സിറ്റി ആണെങ്കിൽ ഈ സിറ്റിയിൽ നിന്ന് മറ്റ് VJ എന്ന സിറ്റിയിലേക്കുള്ള
ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിജിസ്ട്രാസ് ആൻഡ് ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതം. ഓക്കെ, അപ്പൊ ഡിജിസ്ട്രാസ് അൽഗോരിതത്തിലേക്ക് പോകാം. ഫസ്റ്റ് അൽഗോരിതം ഡിജിസ്ട്രാസ് അൽഗോരിതം. വളരെ ഈസി ആയിട്ടുള്ള അൽഗോരിതം ആണ്. ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ കിട്ടി. ഓക്കെ, അപ്പൊ അൽഗോരിതത്തിന്റെ പ്രൊസീജിയേഴ്സ് ഒന്ന് പറഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് വി ഐ എന്ന വെർട്ടെക്സിൽ നിന്ന് വി ജെയിലേക്കുള്ള പാത്ത് ആണ് കാണേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. വി ഐ ഇസ് ദ സോഴ്സ് വെർട്ടെക്സ്. നമുക്ക് കാണേണ്ട ഏത് വെർട്ടെക്സിൽ നിന്നാണോ കാണേണ്ടത് ആ വെർട്ടെക്സിനെ സോഴ്സ് വെർട്ടെക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ആ വെർട്ടെക്സിന് 0 എന്ന പെർമനന്റ് ലേബൽ കൊടുക്കുക. ഓക്കെ, ആൻഡ് ഓൾ അതർ വെർട്ടെക്സ് ഹാസ്, എല്ലാ അതർ വെർട്ടിസസിനും ഇൻഫിനിറ്റി എന്ന ടെമ്പററി ലേബൽ കൊടുത്തേക്കാം. ഓക്കെ, എന്താണ് ഡിജിസ്ട്രാസ് അൽഗോരിതം ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രാഫിലെ ഇപ്പൊ ഒരു ഗ്രാഫ്, നമുക്കിപ്പോ ഒരു കണക്റ്റഡ് ഗ്രാഫാണ്. ഇത്തരത്തിലുള്ള കണക്റ്റഡ് ഗ്രാഫ്, ഞാനിപ്പോ ഡയറക്റ്റഡ് ഗ്രാഫിന്റെ കേസ് ഒക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് ഡയറക്ഷൻ ഉള്ള ഗ്രാഫിനെയാണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡയറക്ഷൻ ഉള്ള ഒരു ഗ്രാഫിൽ നിന്ന് വി ഐ എന്ന വെർട്ടെക്സിൽ നിന്ന് വി ജെ എന്ന വെർട്ടെക്സിലേക്കുള്ള ഒരു പാത്ത്, മിനിമം പാത്ത് കാണാനുള്ള പ്രോബ്ലം ആണ്. അപ്പൊ വി എൽ നിന്ന് വി ജെയിലേക്ക് ഒരു മിനിമം പാത്ത് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് ഡിജിസ്ട്രാസ്. അവിടെ നമ്മൾ ഫസ്റ്റ് വെർട്ടെക്സ്, ഇപ്പൊ ഏതാണോ കാണേണ്ട വെർട്ടെക്സ് ആ വെർട്ടെക്സിനെ സോഴ്സ് വെർട്ടെക്സ് എന്ന് അസൈൻ ചെയ്യുക. എന്നിട്ട് അതിന് 0 എന്ന പെർമനന്റ് ലേബൽ കൊടുക്കുക. ബാക്കി എല്ലാ വെർട്ടെക്സിനും എന്ത് കൊടുക്കുക? ഇൻഫിനിറ്റി എന്ന ലേബൽ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 2 ചെയ്യേണ്ടത് നമുക്ക് ടെമ്പററി ലേബൽസ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ വെർട്ടിസസിനെയും പെർമനന്റ് ആക്കണം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ടെമ്പററിനെ പെർമനന്റ് ആക്കണം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് എൽ ഓഫ് ജെ ഇസ് ഇക്വൽ ടു, ഇവിടെ ആകെ പഠിക്കാനുള്ള ഒരു ഫോർമുലയാണ് എൽ ഓഫ് ജെ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എൽ ഓഫ് ജെ കോമ എൽ ഓഫ് ഐ പ്ലസ് ഡി ഐ ജെ. ഓക്കെ, എന്താ എൽ ഓഫ് ജെ, എൽ ഓഫ് ഐ, ഡി ഐ ജെ എന്ന് പറഞ്ഞുതരാം. എൽ ഓഫ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ലേബൽ ഓഫ് ദ വെർട്ടെക്സ്. ഏത് വെർട്ടെക്സ് ആണോ എടുത്തിരിക്കുന്നത് ആ വെർട്ടെക്സിന്റെ ടെമ്പററി ലേബൽ. ഓക്കെ, അതായത് ടെമ്പററി ലേബൽ ആയിട്ടുള്ള ഒരു വെർട്ടെക്സിനെയാണല്ലോ പെർമനന്റ് ആക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വി ഐയിൽ നിന്ന്, വി ഐ ആണ് ഇപ്പൊ പെർമനന്റ് ആയി നിൽക്കുന്നത്, മറ്റൊരു വെർട്ടെക്സ് എടുത്തു വി കെ. അപ്പൊ വി കെയുടെ ടെമ്പററി ലേബൽ ഇൻഫിനിറ്റി ആണ്. അതിനെ പെർമനന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല. അപ്പൊ അതിപ്പോ എൽ ഓഫ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ലേബൽ ഓഫ് ദി വെർട്ടെക്സ്. ഇനി എൽ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലാസ്റ്റ് പെർമനന്റ് ആക്കിയ വെർട്ടെക്സിന്റെ ലേബൽ, ലാസ്റ്റ് പെർമനന്റ് വെർട്ടെക്സ് ലേബൽ. ഓക്കെ, ലാസ്റ്റ് പെർമനന്റ് ആക്കിയ വെർട്ടെക്സിന്റെ ലേബൽ. ഡി ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ഐ ടു ജെ. ഓക്കെ, ഐ എന്നുള്ളതാണ് സോഴ്സ് വെർട്ടെക്സ്. ആ സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ഏതാണോ വെർട്ടെക്സ് എടുത്തേക്കുന്നത് അതിനകത്തുള്ള അതിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിലെ മിനിമം ആയിരിക്കും നമുക്ക് കിട്ടുന്ന പുതിയ വാല്യൂ. അപ്പൊ ആ വാല്യൂസ് നമ്മൾ അറേഞ്ച് ചെയ്ത് പോവുക. എന്നിട്ട് ആ വാല്യൂസിലെ നമുക്കിപ്പോ എല്ലാ വെർട്ടെക്സിനും പുതിയ ലേബൽ കിട്ടി, ടെമ്പററി മാറി പുതിയ ലേബൽ കിട്ടി. അതിലെ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും പെർമനന്റ് ആകുന്നത്. ലീസ്റ്റ് വാല്യൂ വരുന്ന വെർട്ടെക്സ് ആയിരിക്കും പെർമനന്റ് ആകുന്നത്. നൗ ഇൻ കേസ് ഏതെങ്കിലും വാല്യൂസ് സെയിം വാല്യൂസ് വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് ടൈ, അതായത് സെയിം വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാ ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെ ഈ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്ത് എല്ലാ വെർട്ടീസസുകളും, ഓൾ വെർട്ടിസസ് മസ്റ്റ് ബി പെർമനന്റ്, എല്ലാവരെയും
പെർമനന്റ് ലേബൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൽഗോരിതം കഴിഞ്ഞു. ആ പെർമനന്റ് ലേബലിൽ വന്നിരിക്കുന്ന വാല്യൂ ആയിരിക്കും സോഴ്സ് വെർട്ടെക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അൽഗോരിതം ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്തു. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. പ്രോബ്ലം ഡിജിക്സ്ട്രാസ് അൽഗോരിതത്തിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുന്നതിന് ഉപയോഗിക്കുന്ന അൽഗോരിതമാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് വെർട്ടെക്സിൽ നിന്നാണോ പാത്ത് നമുക്ക് ഡിസ്റ്റൻസ് കാണേണ്ടത് ആ വെർട്ടെക്സ് ആണ് സോഴ്സ് വെർട്ടെക്സ്. ആ വെർട്ടെക്സിന് നമ്മൾ 0 എന്ന പെർമനന്റ് ലേബൽ കൊണ്ട് അത് ഫിക്സ് ചെയ്തു. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. ഇനി ബാക്കിയുള്ള വെർട്ടിസസിനെ പെർമനന്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, അൽഗോരിതത്തിന്റെ അടുത്ത പ്രൊസീജിയർ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് എൽ ഓഫ് ജെ ഇസ് ഇക്വൽ ടു മിനിമം ഓഫ് എൽ ഓഫ് ജെ കോമ എൽ ഓഫ് ഐ പ്ലസ് ഡി ഐ ജെ. ഇനി എൽ ഓഫ് ജെ എൽ ഓഫ് ഐ ഡി ഐ ജെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ശ്രദ്ധിക്കാം. എൽ ഓഫ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ടെമ്പററി വെർട്ടെക്സിന്റെ കറണ്ട് ലേബൽ ഇൻഫിനിറ്റി ആയിരിക്കും ആദ്യത്തെ സ്റ്റെപ്പിൽ. എൽ ഓഫ് ഐ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾ ലാസ്റ്റ് പെർമനന്റ് ആക്കിയ വെർട്ടെക്സിന്റെ ലേബൽ അത് സോഴ്സ് വെർട്ടെക്സ് ആയിരിക്കും, അപ്പൊ അത് 0 ആയിരിക്കും. ഡി ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടെമ്പററി വെർട്ടെക്സിന്റെ ലേക്കുള്ള ലെങ്ത് അല്ലെങ്കിൽ വെയിറ്റ്. ഇനിയിപ്പോ എഡ്ജ് ഇല്ലെങ്കിൽ അവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക, എഡ്ജ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വെയിറ്റ് കൊടുത്തേക്കുക. എന്നിട്ട് അതിന്റെ മിനിമം വാല്യൂ ആയിരിക്കും പുതിയ ലേബലായിട്ട് വരിക. ഓക്കെ, അങ്ങനെ എല്ലാ വെർട്ടെക്സിനും പുതിയ ലേബൽ കണ്ടുപിടിക്കുക. എന്നിട്ട് കൂട്ടത്തിലെ ഏറ്റവും മിനിമം ലേബൽ ആയിരിക്കും അവിടെ പെർമനന്റ് ആവുക. ഓക്കെ, അങ്ങനെ എല്ലാ വെർട്ടെക്സും പെർമനന്റ് ആവുന്നത് വരെ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ദാറ്റ് ഇസ് ദ അൽഗോരിതം. ഒരു പ്രോബ്ലത്തിലൂടെ ഇതൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ using Dijkstra's algorithm, find the distance from the vertex V1 to all other vertices of the following digraph. ഡയറക്ഷൻ ഉള്ള ഗ്രാഫാണ് ഡയഗ്രാഫ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ എഡ്ജ് വെയിറ്റ് കൊടുക്കാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഗ്രാഫ് വരയ്ക്കാം. 5 വെർട്ടെക്സ് ഉള്ളൂ. ഞാനൊരു ചെറിയ ഗ്രാഫ് വരയ്ക്കുന്നത്. V1, V1, V2, V3, V1 നിന്ന് V2യിലേക്ക്, V1 നിന്ന് V2യിലേക്കാണ് കേട്ടോ. വെയിറ്റ് 2, V1 നിന്ന് V3യിലേക്ക്, വെയിറ്റ് 5. ആ ഡയറക്ഷൻ നോക്കി വരയ്ക്കണേ. V2 നിന്ന് V4യിലേക്ക്, വെയിറ്റ് 3, V3 നിന്ന് V4യിലേക്ക്, വെയിറ്റ് 2, V4 നിന്ന് V5യിലേക്ക്, V4 നിന്ന് V5യിലേക്ക് വെയിറ്റ് 1, V5 നിന്ന് V1യിലേക്ക്, V5 നിന്ന് V1യിലേക്ക് വെയിറ്റ് 8, V3 നിന്ന് V5യിലേക്ക് വെയിറ്റ് 3. ഇതാണ് ഒരു എഡ്ജോടെ ഉണ്ട്. V2 നിന്ന് V3യിലേക്ക് വെയിറ്റ് 1. ഇതാണ് ഗ്രാഫ് G. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V1 എന്ന വെർട്ടെക്സിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, അതായത് വി ഹാവ് ടു ഫൈൻഡ് ഡിസ്റ്റൻസ് ഫ്രം V1 ടു V2 എത്രയാന്ന് കാണണം. ഡിസ്റ്റൻസ് ഫ്രം V1 ടു V3 എത്രയാന്ന് വേണം. V1 ടു V4 എത്രയാന്ന് വേണം. V1 ടു V5 ഇതാണ് കണ്ടുപിടിക്കേണ്ടത്.
ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് ഡിസ്റ്റൻസ് കൊണ്ട് എന്ന് പറയുന്നത്. ഇത് കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതാണ് ഡിജിസ്ട്രാസ് അൽഗോരിതം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാനുള്ളത് ഇത് നമുക്ക് ലാസ്റ്റ് ആൻസർ കൊടുക്കാം അല്ലേ. നമ്മൾക്കിപ്പോൾ അൽഗോരിതം കഴിഞ്ഞാണല്ലോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ വെർട്ടെക്സിനെ അങ്ങ് ലിസ്റ്റ് ചെയ്യുക. V1, V2, V3, V4, V5. ഒപ്പം തന്നെ സ്റ്റെപ്പ് എന്ന് കൊടുത്ത് ഒരു കോളം കൂടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോഴ്സ് വെർട്ടെക്സിന് എന്ത് കൊടുക്കണം? 0 എന്ന് അസൈൻ ചെയ്യണം. സോഴ്സ് വെർട്ടെക്സ് ആരാണ്? V1 ആണ്. കാരണം V1ൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. V1ൽ നിന്ന് ബാക്കിയുള്ളിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ പെർമനന്റ് V1 0. അപ്പൊ പെർമനന്റ് ആയ ആളെ ഞാൻ ഇങ്ങനെ ഒന്ന് സ്ക്വയർ ചെയ്തിടുവാണ് കേട്ടോ. പെർമനന്റ്. ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സിനും ലേബൽ ആസ് ഇൻഫിനിറ്റി. ഫസ്റ്റ് സ്റ്റെപ്പ് V1നെ പെർമനന്റ് ചെയ്തു, 0 കൊണ്ട് പെർമനന്റ് ചെയ്തു. V2, V3 ഓൾ വെർട്ടെക്സിന് ഇൻഫിനിറ്റി എന്ന ലേബൽ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കുന്നത് സോഴ്സ് വെർട്ടെക്സ് ആണ്. സ്റ്റെപ്പ് നമ്പർ 2ലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം? ഈ ബാക്കിയുള്ള വെർട്ടെക്സിന്റെ ഒക്കെ ടെമ്പററി ലേബൽ, അതായത് ഇനി നമുക്ക് കാണേണ്ടത് V2, V3, V4, V5ന്റെ ഇൻഫിനിറ്റി എന്ന ലേബൽ മാറിക്കിട്ടണം, പെർമനന്റ് ആവണം. അപ്പൊ ടെമ്പററി നിൽക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് L of J is equal to minimum of L of J, L of I plus Dij. നമുക്കിവിടെ നമ്മുടെ വെർട്ടെക്സ് ആരാണ് പെർമനന്റ് ലേബൽ അയക്കുന്നത്? V1 ആണ് ഇവിടെ പെർമനന്റ് ലേബൽ വന്നിരിക്കുന്നത്. അതിന്റെ പെർമനന്റ് ലേബൽ എന്ന് പറയുന്നത് 0 ആണ്. അതാണ് L of I എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ V1 ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇനി L of 2, V2 എന്ന വെർട്ടെക്സിന്റെ പെർമനന്റ് ലേബൽ മാറ്റാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് L of 2 എന്ന് കൊടുത്തു. മിനിമം ഓഫ് എന്താന്ന് നോക്കാം. L of 2, V1 ആണ് പെർമനന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ L of 1 പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം V1 ടു V2 എന്ന വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം L of 2ന്റെ ലേബൽ ഇൻഫിനിറ്റി ആണ് അല്ലെ. L of 1 0 ആണ്. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ V1ൽ നിന്ന് V2ലേക്കുള്ള ഡിസ്റ്റൻസും കിട്ടും 2. അതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് L of 2 ഇൻഫിനിറ്റി ആണ്. L of 1 അതായത് ഫസ്റ്റ് വെർട്ടെക്സിന്റെ പെർമനന്റ് ലേബൽ 0 ആണ്. പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം V1 ടു V2. നോക്ക്, ഡയറക്റ്റ് എഡ്ജ് നോക്ക്. V1ൽ നിന്ന് V2ലേക്ക് 2 ആണ് വെയിറ്റ് വരുന്നത്. മാർക്ക് 2 കൊടുക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി 2 എന്ന് വരും. 0 പ്ലസ് 2 2. ഇതിലെ മിനിമം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് L of 2ന് ഇവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോരാം. പെർമനന്റ് ആയ ആളെ പെർമനന്റ് ആക്കി തന്നെ ഇട്ടേക്കാട്ടോ. അവിടെ സ്ക്വയർ കൊടുത്തു പോകാം. V2ന് നമുക്ക് 2 എന്ന് കിട്ടി. അതുപോലെ ഇനി V3, V4, V5 കണ്ടുപിടിക്കാം. ഈ സെയിം ഫോർമുല തന്നെ ഉപയോഗിച്ച് അടുത്തത് L of 2 കണ്ടതുപോലെ ഇനി L of 3 വേണം, L of 4 വേണം, L of 5 വേണം. അപ്പൊ L of 3 കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, മനസ്സിലായില്ലെങ്കിൽ പറയണേ. L of 3 is equal to minimum of L of 3, L of 1. ലാസ്റ്റ് പെർമനന്റ് ആയത് ഫസ്റ്റ് വെർട്ടെക്സ് ആണ്. ഇനി ഡിസ്റ്റൻസ് ഫ്രം V1 ടു V3. L of 3, V3യുടെ ലാസ്റ്റ് ടെമ്പററി ലേബൽ ഇൻഫിനിറ്റി ആണ്. ലാസ്റ്റ് പെർമനന്റ് 0 ആണ്. ഇനി ഗ്രാഫ് നോക്കിയിട്ട് V1ൽ നിന്ന് V3യിലേക്ക് 5, എഡ്ജിന്റെ വെയിറ്റ് 5. സോ വിച്ച് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, അതവിടെ എഴുതിയേക്കാം. അടുത്തത് V3 കണ്ടു 5. ഇനി V4, V5 അതവിടെ ഉള്ളൂ. അപ്പൊ യൂസിങ് ദ സെയിം ഫോർമുല ഫോർ ഫൈൻഡിങ്
L of 4. That is equal to minimum of infinity 0 plus ഇനി V1 നിന്ന് V4 ഗ്രാഫ് എഡ്ജ് ഉണ്ടോ? എഡ്ജ് ഒന്നുമില്ല. സോ put as infinity. എഡ്ജ് ഇല്ലെങ്കിൽ അവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക. Again 0 plus infinity, again infinity ആണ്. That is minimum infinity തന്നെ. L of 5 നോക്കാം. Minimum of last temporal label infinity, permanent 0. ഇനി V1 നിന്ന് V5 എഡ്ജ് ഉണ്ടോ? V1 നിന്ന് V5 എഡ്ജ് ഉണ്ടോ നോക്കിക്കേ. V5 നിന്ന് V1 ഉണ്ട്, പക്ഷെ V1 നിന്ന് V5 ഇല്ല. സോ മാർക്ക് ഇൻഫിനിറ്റി which is equal to infinity. അപ്പൊ നമുക്ക് ആ ലേബലോടെ അവിടെ കൊടുത്തേക്കാം. V4 വീണ്ടും ഇൻഫിനിറ്റി എന്നാ കിട്ടിയത്, V5 കിട്ടിയത്. ഇനി ഇതിലെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അവിടെ ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ എലമെന്റിനെ പെർമനന്റ് ആക്കാം. അപ്പൊ നമുക്ക് ഇവിടെ 2 ആണ് നിൽക്കുന്നത്. 2 എന്നുള്ളത് V2 ആണ്. അപ്പൊ V2നെ നമ്മൾ പെർമനന്റ് ആക്കുന്നു. ലീസ്റ്റ് എലമെന്റ് ആണ്. സോ V2 ഈസ് ദി. ഇനി നമുക്ക് V1 എന്ന സോഴ്സ് മാറി ഇനി V2 ആണ് പെർമനന്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ V2 ബേസിസ് ആയിരിക്കും അടുത്ത സ്റ്റെപ്പുകളൊക്കെ പോകുന്നത്. സ്റ്റെപ്പ് നമ്പർ 3. നമ്മുടെ പെർമനന്റ് ലേബൽ 1 ലേബൽ പെർമനന്റ് ആയി, V2 പെർമനന്റ് ആയി. ഇനി നമുക്ക് V3, V4, V5 ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ടെമ്പററി ലേബലൊക്കെ മാറ്റാം. അപ്പൊ ഇവിടെ V3ക്ക് 5 ആണ്. ആ 5ഉം വീണ്ടും ടെമ്പററി തന്നെയാണ് തുടരുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. L of j. അപ്പൊ ഇവിടെ V2 ഇസ് ദ പെർമനന്റ് ലേബൽ അല്ലെ. ഇനി V2 ആണ് പെർമനന്റ് ലേബൽ ആയിരിക്കുന്നത്. പെർമനന്റ് ലേബൽ വിത്ത് വെയിറ്റ് അല്ലെങ്കിൽ ലേബൽ എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമുക്ക് വേണ്ടത് L of 3, വെർട്ടെക്സ് V3യുടെ ടെമ്പററി ലേബൽ മാറ്റണം. അപ്പൊ നമുക്ക് ഫോർമുല മിനിമം ഓഫ്, ഇപ്പൊ ടെമ്പററി ലേബല് 5 ആണ്. 5, L of I അല്ലെങ്കിൽ V2 ആണ് ഇപ്പൊ സോഴ്സ് ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2 പ്ലസ് ഇനി എന്താ നോക്കേണ്ടത്, V2 നിന്ന് V3 ഉള്ള ഡിസ്റ്റൻസ്. V2 ആയി മാറിയിട്ടോ. V1 നിന്ന് നമ്മൾ നേരെ V2 വന്നു. കാരണം V2 ആണ് ലാസ്റ്റ് പെർമനന്റ് ആയത്. അപ്പൊ സോ നമ്മൾ ഇനി V2നെ കൺസിഡർ ചെയ്തിട്ടാണ് പോകുന്നത് ബാക്കിയുള്ളത്. അപ്പൊ V2 നിന്ന് V3 വെയിറ്റ് 1 ആണ്. അപ്പൊ 5, 3 വരും. അതിലെ മിനിമം എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 3 എന്ന് മാർക്ക് ചെയ്യാം. അടുത്തത് L of 4 ഇതുപോലെ കാണുക. മിനിമം ഓഫ് L of 4ന്റെ ലാസ്റ്റ് ടെമ്പററി ലേബൽ ഇൻഫിനിറ്റി ആണ്. ലാസ്റ്റ് പെർമനന്റ് 2 ആണ്. ഇനി V2 നിന്ന് V4 എഡ്ജ് ഉണ്ടോ? ഇതാ ഉണ്ട്. വെയിറ്റ് 3. സോ വിച്ച് ഇസ് ഈക്വൽ ടു 5. നമുക്കിവിടെ ലേബൽ ചെയ്യാം 5. ഇനി L of 5 കാണാം. മിനിമം ഓഫ് ലാസ്റ്റ് ലേബൽ ഇൻഫിനിറ്റി, പെർമനന്റ് 2. ഇനി V2 നിന്ന് V5 എഡ്ജ് ഒന്നുമില്ല. സോ മാർക്ക് ഇൻഫിനിറ്റി. സോ വി ഗെറ്റ് ഇൻഫിനിറ്റി അഗൈൻ. ഇനി ഈ കൂട്ടത്തിലെ ഏറ്റവും ലീസ്റ്റ്, പെർമനന്റ് ആക്കിയവർ എടുക്കരുത്, അല്ലാത്തവരിൽ ഏറ്റവും ലീസ്റ്റ് ഇതായി കിടക്കുന്ന 3 ആണ്. 3 വിച്ച് വെർട്ടെക്സ് V3. സോ മേക്ക് ഇറ്റ് ആസ് പെർമനന്റ്. അപ്പൊ V3 പെർമനന്റ് ആയി. അപ്പൊ ഇനി V3 ആണ് നമ്മുടെ പെർമനന്റ് വെർട്ടെക്സ്. ഇനി V3നെ കൺസിഡർ ചെയ്തിട്ട് വേണം ആരെ അപ്ഡേറ്റ് ചെയ്യാൻ, V4നെയും V5നെയും അപ്ഡേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പില് എഴുതും V3 ഇസ് പെർമനന്റ്, പെർമനന്റ് ലേബൽ വിത്ത് വെയിറ്റ് 3 അല്ലെ. അപ്പൊ നമ്മൾ ഇനി അപ്ഡേറ്റ് അതർ വെർട്ടെക്സ്. ആരൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്? V4നെയും V5നും മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 4 വരാം. സ്റ്റെപ്പ് 4 വരുമ്പോൾ നമ്മൾ പെർമനന്റ് ആക്കിയവരെ അങ്ങനെ തന്നെ കൊടുത്തേക്കാം. ഇനി അപ്ഡേറ്റ് ചെയ്യുന്ന വെർട്ടിസസിനെ അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ എഴുതിയേക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാനുള്ളൂ. അപ്പൊ എന്നാലും ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. L of 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഓഫ് ലാസ്റ്റ് ടെമ്പററി ലേബൽ 5 ആണ്. 5, പെർമനന്റ് ആക്കിയത് 3 ആണ്. പ്ലസ് ഇനി V3 നിന്ന് V4
എഡ്ജിന്റെ ഡിസ്റ്റൻസ് 2 ഉണ്ട്. ദാറ്റ് ഈസ് 3 + 2 which is equal to 5. ഓക്കെ, അപ്പൊ L of 4 നമുക്ക് 5 എന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി L of 5 എത്രയാ നോക്കാം. L of 5 is equal to minimum of, ലാസ്റ്റ് അതിന്റെ ടെമ്പററി ലേബൽ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ഇവിടെ മാർക്ക് ചെയ്യാം. ഇൻഫിനിറ്റി കോമ 3 ആണ് പെർമനന്റ് ആക്കിയത്. ഇനി ഡിസ്റ്റൻസ് ഫ്രം V3 to V5 ഉണ്ട്. ദാറ്റ് ഈസ് 3 which is equal to 6. 5ഉം 6ഉം. ഇതിലെ ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 5നെ അങ്ങ് പെർമനന്റ് ആക്കുക. കറസ്പോണ്ടിങ് വെർട്ടെക്സ് V4 ആണ്. സോ V4 is the now പെർമനന്റ് ആയിരിക്കുന്ന വെർട്ടെക്സ്. അപ്പൊ ഇതുപോലെ തന്നെ അൽഗോരിതം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇനി അടുത്തത് V5നെ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും തന്നെ പെർമനന്റ് ആയി. V1, V2, V3, V4, V5ഉം ഇതുപോലെ തന്നെ പെർമനന്റ് ആകും വിത്ത് 6. നമ്മൾ ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. അതായത് എല്ലാവരും പെർമനന്റ് ആയി. ഓക്കെ, എല്ലാ വെർട്ടെക്സും പെർമനന്റ് ആയി. ഇനി നോക്കാം. V1ൽ നിന്ന് V2ലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. നമ്മൾ പെർമനന്റ് ആയിട്ടുള്ളത് എടുത്തെഴുതിയാൽ മതി. V1ൽ നിന്ന് V2. V1 ആണ് സോഴ്സ് വെർട്ടെക്സ്. അപ്പൊ V2ൽ പെർമനന്റ് ആയിട്ടിരിക്കുന്നത് 2 ആണ്. സോ ദ ഡിസ്റ്റൻസ് ഈസ് 2. അടുത്തത് V1ൽ നിന്ന് V3ലേക്കുള്ള പെർമനന്റ് ആയിരിക്കുന്നത് 3 ആണ്. സോ ദ ഡിസ്റ്റൻസ് ഈസ് 3. V4ലേക്ക് 5 ആണ്. സോ ദ ഡിസ്റ്റൻസ് ഈസ് 5. V6ലേക്ക് ഡിസ്റ്റൻസ് 6 ആണ്. സോ ദ ഡിസ്റ്റൻസ് ഈസ് 6. ഇതാണ് അൽഗോരിതം യൂസ് ചെയ്ത് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാവുന്നത്. ഡിജിസ്ട്രാസ് ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനോടെ കൂടി, ആ ക്വസ്റ്റ്യന്റെ 7 സ്റ്റെപ്പ് ഉള്ള പ്രോബ്ലം ആണ്. 3 സ്റ്റെപ്പ് പറഞ്ഞുതരും. ബാക്കിയുള്ളത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. ഇതിലെവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ ഡിജിസ്ട്രാസ് ഉപയോഗിച്ച് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫോർമുല അപ്ലൈ ചെയ്തപ്പോഴോ പെർമനന്റ് ആക്കിയപ്പോഴോ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ഗ്രാഫാണ്. വെയിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. V4 എന്ന വെർട്ടെക്സ് ആണ്. V4 ഓക്കെ, നമുക്ക് കാണേണ്ടത് V2ൽ നിന്ന് ഓൾ അതർ വെർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. മിസ്സേ, സജിനായിരുന്നു. പറഞ്ഞോ. എന്റെ ഫോണിലെ ചാർജ് കുറവാ, ഇപ്പൊ ഓഫ് ആവും. ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ? ഓക്കെ. ഞാൻ പ്രസന്റ് ആണേ. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ V2 എന്ന വെർട്ടെക്സിൽ നിന്ന് ബാക്കിയുള്ള വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. നമുക്കിവിടെ ഡിജിസ്ട്രാസിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാവരെയും ആദ്യം സോഴ്സ് വെർട്ടെക്സ് ആരാണ്? V2 ആണ്. V2ൽ നിന്നാണ് ബാക്കിയുള്ള വെർട്ടെക്സിലേക്കുള്ളത് കാണേണ്ടത്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് എല്ലാ വെർട്ടെക്സും ഇങ്ങനെ കൊടുത്തേക്കാം. 7 വെർട്ടെക്സ് ഉണ്ടല്ലോ. അപ്പൊ വെർട്ടെക്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലേബലിംഗ് ആ പ്രോസസ്സ് കുറച്ച് കൂടും അല്ലേ? നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ച് ബാക്കിയുള്ളവരെയൊക്കെ പെർമനന്റ് ആക്കണമല്ലോ. അപ്പൊ സ്റ്റെപ്പ് 1ൽ ആർക്കാണ് പെർമനന്റ് ലേബൽ കൊടുക്കേണ്ടത്? സോഴ്സ് വെർട്ടെക്സിനാണ്. ദാറ്റ് ഇസ് V2. 0 എന്ന് മാർക്ക് ചെയ്യാം. ബാക്കിയുള്ളവർക്കെല്ലാം ഇൻഫിനിറ്റി കൊടുത്തേക്കാം. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് V2 അങ്ങനെ തന്നെ. ഇനി ആരൊക്കെ കാണാം? L of V1, L of
3, 4, 5, 6 and 7. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 2 നമുക്കവിടെ L of values കാണാം. അപ്പൊ നമുക്കിവിടെ L of 1 എന്നാന്ന് നോക്കാം. L of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഓഫ് L of 1, L of 2 plus distance from V2 to V1 അല്ലെ, V2വിൽ നിന്ന് V1ലേക്കാണ്. V2 ആണ് സോഴ്സ് വെർട്ടെക്സ്. അപ്പൊ V2ന്റെ ലാസ്റ്റ് ലേബിള്, V2ന്റെ ലേബിള് 0 ആണ്, V1ന്റെ ലേബിള് ഇൻഫിനിറ്റി ആണ്. V2വിൽ നിന്ന് V1ലേക്കുള്ള എഡ്ജിന്റെ ലെങ്ത് എത്രയായിരുന്നു? 7 അല്ലെ, 7. അതിവിടെ മാർക്ക് ചെയ്യാം. സോ വി ഗെറ്റ് 7. അങ്ങനെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതിന്റെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ V1ന്റെ കിട്ടിയതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. V3ക്ക് 1 കിട്ടും, V4ന് ഇൻഫിനിറ്റി കിട്ടും, V5നും ഇൻഫിനിറ്റി കിട്ടും, V6ഉം V7 ഒക്കെ ഇൻഫിനിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ ലീസ്റ്റ് ആയിട്ട് വരുന്നത് ആരാണ്? 1 ആണ് അല്ലെ. അപ്പൊ 1നെ നമ്മൾ അവിടെ പെർമനന്റ് ആക്കും. V2 V1ഉം പെർമനന്റ് ആയി. ഇനി അടുത്തത് V3. V3 വെച്ചിട്ട് വേണം നമുക്ക് അവിടെ ഇനി മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ V2 പെർമനന്റ് ആണ്, V3 പെർമനന്റ് ആണ്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ V1ന് 4 എന്ന് കിട്ടും, V4ന് ഇൻഫിനിറ്റി, V5ന് 5, V6ന് 4, V7ന് ഇൻഫിനിറ്റി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണേ. ഞാൻ ഇതിലെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ V1നും V6നും നമുക്ക് സെയിം എന്ന വെയിറ്റ് ലേബിൾ കിട്ടും. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് 6 വേണമെങ്കിലും ചൂസ് ചെയ്യാം. 1നെ ചൂസ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ V6നെ ചൂസ് ചെയ്ത് പോകാം. 6 ചൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ V1നെ ചൂസ് ചെയ്ത ഈ ആളെ വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ ലേബിൾ കണ്ടുപിടിക്കാം. അങ്ങനെ തന്നെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇന്ന രണ്ടുപേരെയും ഒരുമിച്ച് ടൈ ചെയ്യാൻ പറ്റില്ല. അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ആളെയും അതായത് പെർമനന്റ് ആക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരാളെ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ ചൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ പ്രീവിയസ്ലി അൽഗോരിതം മൂവ് ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോവുക. ദെൻ നമുക്ക് ഫൈനലി എല്ലാം പെർമനന്റ് ആകും. ആ പെർമനന്റ് ലേബൽ ആണ് ഡിസ്റ്റൻസ് ഫ്രം V2. അപ്പൊ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആകുക. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താണ്.